ആകാശവാണി. നമസ്കാരം. നിയമസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ ജില്ലകളിലൂടെ പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം. ഏപ്രിൽ 9 നടക്കാനിരിക്കുന്ന വോട്ടെടുപ്പിന്റെ ആവേശത്തിലാണ് കേരളം. വടക്കൻ കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപ്രകൃതിയിൽ സുപ്രധാന പങ്കുവഹിക്കുന്ന കോഴിക്കോട് ജില്ല ഇത്തവണയും സംസ്ഥാന തിരഞ്ഞെടുപ്പിലെ ഒരു മുഖ്യ ശ്രദ്ധാകേന്ദ്രമാണ്. നൂറ്റാണ്ടുകളായി വ്യാപാര, സാംസ്കാരിക, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ കേന്ദ്രമാണ് കോഴിക്കോട്. വടകര, കൊയിലാണ്ടി, കോഴിക്കോട്, താമരശ്ശേരി എന്നീ താലൂക്കുകളിലായി വ്യാപിച്ചു കിടക്കുന്ന 13 നിയമസഭാ മണ്ഡലങ്ങളാണ് ജില്ലയിലുള്ളത്. കോഴിക്കോട് ജില്ലയിലെ നിയമസഭാ മണ്ഡലങ്ങൾ ചരിത്രപരമായും സാംസ്കാരികമായും ഏറെ സവിശേഷതകൾ നിറഞ്ഞതാണ്. ഒരു കാലത്ത് സാമൂതിരി ഭരണവ്യവസ്ഥയുടെ തലസ്ഥാനമായിരുന്ന കോഴിക്കോട് 1498 പോർച്ചുഗീസ് പരിവേക്ഷകനായ വാസ്കോഡ ഗാമയുടെ വരവോടെ ആഗോളതലത്തിൽ പ്രശസ്തമായി. യൂറോപ്പിനും ഇന്ത്യക്കുമിടയിലുള്ള കടൽപാത തുറന്നതിന് പിന്നാലെ കാലക്രമേണ വ്യാപാരം, വിദ്യാഭ്യാസം, സാഹിത്യം, രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ എന്നിവയ്ക്ക് പേരുകേട്ട ഒരു ഊർജ്ജസ്വലമായ പ്രദേശമായി കോഴിക്കോട് വികസിച്ചു. തീരദേശ മത്സ്യബന്ധന ഗ്രാമങ്ങൾ മുതൽ ഇടനാടൻ കാർഷിക മേഖലകൾ വരെയുള്ള പ്രദേശങ്ങൾ ജില്ലയുടെ വൈവിധ്യമാർന്ന ഭൂമിശാസ്ത്രത്തെ പ്രതിഫലിപ്പിക്കുന്നു. കോഴിക്കോട് ജില്ലയുടെ വടക്കൻ ഭാഗത്താണ് വടകര മണ്ഡലം സ്ഥിതി ചെയ്യുന്നത്. തച്ചോളി ഒതേനനെ പോലെയുള്ള ഇതിഹാസ നായകന്മാരുടെ നാടാണ് ഈ വടക്കൻ മലബാർ ദേശം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലും പിന്നീട് കേരളത്തിലെ സോഷ്യലിസ്റ്റ്, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളിലും ഈ പ്രദേശം സജീവ പങ്കുവഹിച്ചു. തീരദേശ സമ്പദ് വ്യവസ്ഥ, പരമ്പരാഗത ആയോധന കലയായ കളരിപ്പയറ്റ്, ഊർജ്ജസ്വലമായ രാഷ്ട്രീയ സംസ്കാരം എന്നിവയ്ക്കും വടകര പ്രശസ്തമാണ്. മത്സ്യബന്ധനം, കൃഷി, ചെറുകിട വ്യവസായങ്ങൾ എന്നിവയാണ് പ്രാദേശിക സമ്പദ് വ്യവസ്ഥയെ പിന്തുണയ്ക്കുന്നത്. കൃഷിക്കും ജലവൈദ്യുത ഉൽപാദനത്തിനും പേരുകേട്ട ഇടനാടൻ മേഖലയാണ് കുറ്റ്യാടി. കേരളത്തിലെ പ്രധാന വൈദ്യുത പദ്ധതികളിൽ ഒന്നാണ് കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി. റബ്ബർ, തെങ്ങ് കൃഷി, സുഗന്ധവ്യഞ്ജനം എന്നിവയ്ക്കും ഈ പ്രദേശം പ്രശസ്തമാണ്. മനോഹരമായ കുറ്റ്യാടി മലനിരകൾ കോഴിക്കോടിനെ വയനാടുമായി ബന്ധിപ്പിക്കുന്നു. രാഷ്ട്രീയമായി പ്രാധാന്യമുള്ള ഒരു മണ്ഡലമാണ് നാദാപുരം. പതിറ്റാണ്ടുകളായി ഈ പ്രദേശം കടുത്ത രാഷ്ട്രീയ മത്സരത്തിന് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. വിവിധ രാഷ്ട്രീയ കക്ഷികൾക്ക് ശക്തമായ അടിത്തറയുള്ള മണ്ഡലമാണിത്. പ്രധാനമായും ഗ്രാമീണ മേഖലയായ നാദാപുരത്ത് കൃഷി, ചെറുകിട വ്യവസായങ്ങൾ, ഗൾഫ് കുടിയേറ്റം എന്നിവ പ്രാദേശിക സമ്പദ് വ്യവസ്ഥയിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ചരിത്ര പ്രാധാന്യമുള്ള തീരദേശ പട്ടണമാണ് കൊയിലാണ്ടി. സാമൂതിരി കാലഘട്ടത്തിൽ പ്രധാന തുറമുഖമായിരുന്ന കൊയിലാണ്ടി സുഗന്ധദ്രവ്യങ്ങൾ, തുണിത്തരങ്ങൾ, തടി എന്നിവയുടെ ആദ്യകാല വ്യാപാര കേന്ദ്രം കൂടിയായിരുന്നു. ഇന്ന് കയർ വ്യവസായങ്ങൾ, മത്സ്യബന്ധനം, ചെറുകിട വാണിജ്യം എന്നിവയ്ക്ക് പേരുകേട്ടതാണ് ഈ മണ്ഡലം. ജില്ലയുടെ വൈവിധ്യമാർന്ന പൈതൃകം പ്രതിഫലിപ്പിക്കുന്ന നിരവധി ക്ഷേത്രങ്ങളും പള്ളികളുമുള്ള കൊയിലാണ്ടി സാംസ്കാരികമായും ഏറെ പ്രാധാന്യമുള്ളതാണ്. കോഴിക്കോട് ജില്ലയിലെ ഒരു പ്രധാന കാർഷിക മേഖലയാണ് പേരാമ്പ്ര നിയമസഭാ മണ്ഡലം. 2018 നിപ വൈറസ് ബാധയുണ്ടായപ്പോൾ രോഗവ്യാപനം നിയന്ത്രിക്കുന്നതിൽ പ്രാദേശിക ആരോഗ്യ അധികൃതരും ജനങ്ങളും നടത്തിയ നിർണായക പ്രവർത്തനങ്ങളിലൂടെ പേരാമ്പ്ര ലോക ശ്രദ്ധ നേടി. പട്ടികജാതി വിഭാഗത്തിനായി സംവരണം ചെയ്ത ബാലുശ്ശേരി നിയമസഭാ മണ്ഡലം പ്രധാനമായും ഗ്രാമീണ അന്തരീക്ഷത്തിന്റെ നൈർമല്യവും നന്മയും കാത്തുസൂക്ഷിക്കുന്ന ഇടമാണ്. നെൽവയലുകൾ, തെങ്ങിൻ തോപ്പുകൾ, മറ്റ് പരമ്പരാഗത കൃഷികൾ എന്നിവയാണ് ഈ പ്രദേശത്തിന്റെ സവിശേഷത. ജൈവ വൈവിധ്യത്തിനും പരിസ്ഥിതി ടൂറിസത്തിനും പ്രാധാന്യമുള്ള കക്കയം, പശ്ചിമഘട്ട മേഖല എന്നിവയുടെ സമീപമുള്ള ബാലുശ്ശേരിക്ക് ചരിത്രപരമായ പ്രാധാന്യവുമുണ്ട്. നഗര തീരദേശ മേഖലകൾ ഉൾപ്പെടുന്നതാണ് കോഴിക്കോട് നഗരത്തിന്റെ വടക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന എലത്തൂർ. ബോട്ട് നിർമ്മാണം, മത്സ്യബന്ധനം, ഉൾനാടൻ ജലപാതകൾ എന്നിവയ്ക്ക് പ്രശസ്തമാണ് ഈ മണ്ഡലം. കോരപ്പുഴ നദിയും അഴിമുഖവും പ്രധാനപ്പെട്ട പാരിസ്ഥിതിക മേഖലകളാണ്. കോഴിക്കോട് നഗരത്തിന് അടുത്ത് കിടക്കുന്നതിനാൽ ഈ പ്രദേശം വളർന്നുവരുന്ന നഗര വികസനത്തിന് സാക്ഷ്യം വഹിക്കുന്നു. ജില്ലയിലെ പ്രധാന മണ്ഡലങ്ങളിലൊന്നാണ് കോഴിക്കോട് നോർത്ത്. കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പോലുള്ള പ്രധാന സ്ഥാപനങ്ങൾ മണ്ഡലത്തിലുണ്ട്. കോഴിക്കോട് നഗരത്തിന്റെ ചരിത്രപ്രധാനമായ ഹൃദയഭാഗവും പ്രശസ്തമായ കല്ലായി തടി വ്യാപാര മേഖലയും കോഴിക്കോട് ബീച്ച് മേഖലയും ഉൾപ്പെടുന്നതാണ് കോഴിക്കോട് സൗത്ത്.
ചരിത്രപരമായ വിപണികൾ, സാംസ്കാരിക സ്ഥാപനങ്ങൾ, സജീവമായ നഗരജീവിതം എന്നിവയ്ക്ക് പേരുകേട്ടതാണ് കോഴിക്കോട് സൗത്ത് മണ്ഡലം. പുരാതന കേരളത്തിലെ ഒരു പ്രധാന തുറമുഖമായിരുന്ന ബേപ്പൂർ പരമ്പരാഗത തടി കപ്പലുകളുടെ നിർമ്മാണത്തിന് പേരുകേട്ടതാണ്. ബേപ്പൂരിലെ ഒരു നിർമ്മാണം ഇന്നും ലോക പ്രശസ്തമാണ്. തീരദേശ മത്സ്യബന്ധന സമൂഹം ഉൾപ്പെടുന്ന ഈ മണ്ഡലം സമുദ്ര പൈതൃകത്തിനും ടൂറിസത്തിനും വലിയ സംഭാവനകൾ നൽകുന്നു. കോഴിക്കോട് നഗരത്തിന്റെ പ്രാന്തപ്രദേശത്താണ് കുന്നമംഗലം മണ്ഡലം സ്ഥിതി ചെയ്യുന്നത്. IIM കോഴിക്കോട്, NIT കോഴിക്കോട് എന്നിവയുൾപ്പെടെ നിരവധി അഭിമാനകരമായ സ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്യുന്ന പ്രദേശം ജില്ലയിലെ ഒരു പ്രധാന വിദ്യാഭ്യാസ കേന്ദ്രമായും അറിയപ്പെടുന്നു. നഗര വളർച്ചയും ഗ്രാമീണ ഭൂപ്രകൃതിയും സംയോജിക്കുന്ന മണ്ഡലം വിദ്യാർത്ഥി സമൂഹങ്ങൾക്കും അക്കാദമിക അന്തരീക്ഷത്തിനും പേരുകേട്ടതാണ്. ആഭരണ വ്യാപാരം സമർത്ഥമായുള്ളതിനാൽ മലബാറിന്റെ സ്വർണ്ണ നഗരം എന്ന് വിളിക്കുന്ന തിരക്കേറിയ വാണിജ്യ പട്ടണമാണ് കൊടുവള്ളി. മണ്ഡലത്തിലെ ഭൂരിഭാഗം ജനവിഭാഗവും ഗൾഫ് കുടിയേറ്റവുമായി ബന്ധപ്പെട്ടുള്ളവരാണ്. പ്രാദേശിക സമ്പദ്വ്യവസ്ഥയിൽ പ്രവാസികൾ പ്രധാന പങ്ക് വഹിക്കുന്നു. പശ്ചിമഘട്ടത്തിനടുത്തുള്ള ഉയർന്ന പ്രദേശത്താണ് തിരുവമ്പാടി സ്ഥിതി ചെയ്യുന്നത്. തോട്ടം മേഖലയും മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾ, തുഷാരഗിരി വെള്ളച്ചാട്ടം പോലുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്നിവയ്ക്കും ഈ പ്രദേശം പ്രശസ്തമാണ്. കോഴിക്കോട് ജില്ലയിലെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഊർജിതമായി പുരോഗമിക്കുകയാണെന്ന് ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. കുറേ ആക്ടിവിറ്റീസ് ഇലക്ഷനിലെ ഭാഗമായിട്ട് EVM മെഷീൻ കമ്മീഷനിങ്, പോളിംഗ് ഓഫീസേഴ്സിന്റെ ഡ്യൂട്ടി, ഹോം വോട്ടിംഗ്, ഭിന്നശേഷി ആൾക്ക് വേണ്ടി ഒരു ഹോം വോട്ടിംഗ് ടീംസ് എല്ലാം ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യന്റെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് നമുക്ക് എല്ലാ വർക്ക് നടക്കുകയാണ്. വി ആർ റെഡി. നമുക്ക് കോഴിക്കോട് ജില്ലയിലെ ടോട്ടൽ 2837 പോളിംഗ് സ്റ്റേഷൻസ് ഉണ്ട് 13 LAC-യിലെ. ആൻഡ് കുറേ വർക്ക് നമുക്ക് ഇപ്പോൾ കംപ്ലീറ്റ് ആയി. വി ആർ ഹോപ്പിംഗ് ദാറ്റ് ഇലക്ഷൻസ് കംപ്ലീറ്റ്ലി ഫ്രീ, ഫെയർ ആൻഡ് ട്രാൻസ്പെറൻറ്റ് ആവും. അതിൽ കൂടാതെ അഡീഷണലി നമുക്ക് ഇപ്പോൾ പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ എല്ലാ പരിപാടി സുവിധ ഒരു ഡിജിറ്റൽ സിസ്റ്റമാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യന്റെ. ആ സിസ്റ്റം വഴി നമുക്ക് ഇപ്പോൾ പ്രോസസ്സിംഗ് ചെയ്യുന്നുണ്ട്. കോഴിക്കോട് ജില്ലയിലെ സ്ഥാനാർത്ഥി ചിത്രവും തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെയും കുറിച്ചുള്ള വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയാണ് ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു. ചരിത്രമുറങ്ങുന്ന കോഴിക്കോട് ബീച്ചും മാനാഞ്ചിറയും മിഠായിത്തെരുവും ബേപ്പൂരും ഉത്തരവാദിത്ത ടൂറിസത്തിൽ ഇടം നേടിയ കടലുണ്ടിയും മലബാറിന്റെ പവർ ഹൗസായ കക്കയവും പ്രകൃതി മനോഹരമായ വയലടയും തോണിക്കടവും സഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രങ്ങളാണ്. വടക്കൻ പാട്ടിലെ കഥകൾ കൊണ്ട് സമ്പന്നമായ ലോകനാർക്കാവും പയങ്കുറ്റി മലയും സാൻഡ് ബാങ്കും കരകൗശല വിരുദിന്റെ നേർസാക്ഷ്യമായ സർഗാലയും ശുചിത്വ ബീച്ചുകളിൽ പട്ടികയിൽ ഇടം നേടിയ കാപ്പാടും മലബാർ വന്യജീവി സങ്കേതം ഉൾക്കൊള്ളുന്ന പെരുവണ്ണാമൂഴിയും കോഴിക്കോട് ജില്ലയിലാണ്. ദേശീയ പ്രസ്ഥാനത്തിന് ഊടും പാവും നെയ്ത കടത്തനാടിന്റെ കൈത്തറിയിലും അതിൻ്റെതായ അടയാളപ്പെടുത്തലുണ്ട്. സംസ്കാരങ്ങളെ ചേർത്ത് നിർത്തുന്നവയാണ് കോഴിക്കോട് തളിയും കുറ്റിച്ചെറിയും CSI ചർച്ചും. വിരുന്നു വന്നവരെ ആതിഥ്യമരുളിയും വിരുന്നുകൂട്ടിയും സർക്കാരപ്രിയരുടെ നാടാണ് കോഴിക്കോട് ജില്ല. ദേശീയ പ്രസ്ഥാനത്തിന് ഗതി പകർന്ന ഒട്ടനവധി ചരിത്ര മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച മണ്ണിൽ ഇതിനു മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പ് പോരാട്ടങ്ങളും ആ പാരമ്പര്യം നിലനിർത്തുന്നതായിരുന്നു. സംസ്ഥാന ഭരണത്തിൽ എന്നും ചർച്ച ചെയ്യപ്പെടുന്ന മണ്ഡലങ്ങളാണ് ജില്ലയിലുള്ളത്. മുന്നണികൾക്കായി പ്രമുഖ സ്ഥാനാർത്ഥികൾ തന്നെ ഇവിടെ ജനവിധി തേടുന്നു. വിസ്തൃതമായ തീരദേശവും മലയോരവും ഉൾക്കൊള്ളുന്ന ജില്ലയിൽ മത്സ്യത്തൊഴിലാളികളും കർഷകരും വോട്ടർമാരിൽ വലിയൊരു ശതമാനം. കുറ്റ്യാടിത്തെങ്ങിലൂടെ പ്രശസ്തമായ നാളികേരത്തിന്റെ നാട്ടിൽ കാർഷിക ഉൽപ്പന്നങ്ങളുടെ വില പോലും ചൂടുള്ള ഒരു തെരഞ്ഞെടുപ്പ് വിഷയമാണ്. ജില്ലയിൽ 26,57,478 വോട്ടർമാരാണുള്ളത്. ഇതിൽ 12,98,343 പുരുഷന്മാരും 13,59,102 സ്ത്രീകളും 33 ട്രാൻസ്ജെൻഡേഴ്സുമാണ് ഉള്ളത്. കൂടാതെ അന്തിമ പട്ടികയിൽ 57,679 പ്രവാസി വോട്ടർമാരുമുണ്ട്. ജില്ലയിൽ നിലവിൽ 2,837 പോളിംഗ് സ്റ്റേഷനുകളാണുള്ളത്. തിരുവനന്തപുരവും കൊച്ചിയെയും പോലെ സംസ്ഥാനത്തെ പ്രധാന നഗരമായ കോഴിക്കോടിന്റെ പ്രസക്തിക്കൊത്ത വികസനങ്ങൾ നടന്നിട്ടുണ്ടോ എന്ന ചർച്ചകൾ ഇത്തവണയും സജീവമാണ്. സർക്കാർ മേഖലയിലും സ്വകാര്യ മേഖലയിലുമായി 2 IT പാർക്കുകൾ മണ്ഡലത്തിലുണ്ട്. കോഴിക്കോട് നഗരത്തിലെ വർദ്ധിച്ച ഗതാഗത ആവശ്യം കണക്കിലെടുത്ത് വിദഗ്ധ നിർദ്ദേശിച്ച മെട്രോ റെയിൽ സംവിധാനവും ഉത്തര കേരളത്തിലെ പ്രധാന തുറമുഖമായ ബേപ്പൂർ തുറമുഖത്തിന്റെ വികസനവും കോഴിക്കോടിന്റെ വികസനത്തിന് ഗതിവേഗം കൂട്ടുന്നവയാണ്. തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി ചിത്രം തെളിഞ്ഞതോടെ മത്സരം ഇത്തവണയും കടുക്കുമെന്ന വിലയിരുത്തലാണ് രാഷ്ട്രീയ നിരീക്ഷകർക്കുള്ളത്.
പ്രാദേശിക പ്രശ്നങ്ങളിൽ തുടങ്ങി അന്തർദേശീയ വിഷയങ്ങൾ വരെ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ ചർച്ചയാവുന്ന മണ്ഡലങ്ങളിൽ ശക്തമായ പോരാട്ടത്തിനാണ് കളമൊരുങ്ങുന്നത്. ടൂറിസം വികസനവും മേഖലയ്ക്ക് പ്രധാനമാണ്. കാടിറങ്ങുന്ന വന്യമൃഗങ്ങൾ സൃഷ്ടിക്കുന്ന അശാന്തികൾക്കൊപ്പം നിപ ഉൾപ്പെടെയുള്ള മഹാമാരികളോട് പൊരുതി അതിജീവനം സാധ്യമാക്കുന്നവരാണ് കോഴിക്കോടൻ ജനത. ഏപ്രിൽ 9 നടക്കുന്ന വോട്ടെടുപ്പിനായി ജില്ലയിലെ 13 മണ്ഡലങ്ങളായി 100ഓളം സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത്. വനിതാ സ്ഥാനാർത്ഥികളും യുവ പ്രാതിനിധ്യവും ഏറെയുണ്ടെന്നതും ഇത്തവണത്തെ പ്രത്യേകതയാണ്. ശക്തമായ മത്സരം നടക്കുന്ന ബേപ്പൂരിൽ LDF-നായി മന്ത്രി PA മുഹമ്മദ് റിയാസും UDF-നായി മുൻ MLA PV അൻവറും NDA-ക്ക് വേണ്ടി BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KP പ്രകാശ് ബാബുവും തമ്മിലാണ് പ്രധാന മത്സരം. കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിൽ സിറ്റിംഗ് MLA തോട്ടത്തിൽ രവീന്ദ്രനും KPCC ജനറൽ സെക്രട്ടറി K ജയന്തും NDA-ക്കായി മഹിളാ മോർച്ച അധ്യക്ഷയും BJP കൗൺസിലറുമായ നവ്യ ഹരിദാസും തമ്മിലാണ് ശക്തമായ മത്സരം. സൗത്ത് മണ്ഡലത്തിൽ സിറ്റിംഗ് MLA അഹമ്മദ് ദേവർകോവിലും മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടറി ഫൈസൽ ബാബുവും കൗൺസിലർ T റനീഷും മത്സരരംഗത്തുണ്ട്. എലത്തൂരിൽ മന്ത്രി AK ശശീന്ദ്രനും KPCC ജനറൽ സെക്രട്ടറി വിദ്യാ ബാലകൃഷ്ണനും BJP റൂറൽ പ്രസിഡന്റ് T ദേവദാസും തമ്മിലാണ് മത്സരം. കൊയിലാണ്ടിയിൽ മുൻ MLA K ദാസനും DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് K പ്രവീൺകുമാറും BJP നോർത്ത് ജില്ലാ പ്രസിഡന്റ് CR പ്രഫുൽകൃഷ്ണനും ജനവിധിയിടുന്നു. വടകരയിൽ സിറ്റിംഗ് MLA KK രമയും RJD ജില്ലാ പ്രസിഡന്റ് MK ഭാസ്കരനും NDA-ക്കായി അഡ്വക്കേറ്റ് K ദിലീപും മത്സരരംഗത്തുണ്ട്. കുറ്റ്യാടിയിൽ സിറ്റിംഗ് MLA KP കുഞ്ഞഹമ്മദ് കുട്ടിയും മുൻ MLA പാറക്കൽ അബ്ദുള്ളയും NDA-ക്കായി രാമദാസ് മല്ലേരിയും മത്സരരംഗത്തുണ്ട്. പേരാമ്പ്രയിൽ LDF കൺവീനർ TP രാമകൃഷ്ണനും മുസ്ലിം ലീഗ് വനിതാ നേതാവ് ഫാത്തിമ തഹരിയും BJP നേതാവ് M മോഹനും മത്സരിക്കുന്നു. നാദാപുരത്ത് CPI മഹിളാ നേതാവ് P വസന്തവും യൂത്ത് കോൺഗ്രസ് നേതാവ് KM അഭിജിത്തും BJP-യുടെ CP വിപിനചന്ദ്രനുമാണ് മത്സരിക്കുന്നത്. ബാലുശ്ശേരിയിൽ സിറ്റിംഗ് MLA KM സച്ചിൻ ദേവും KSU നേതാവ് VT സൂരജും BJP-യുടെ CP സതീഷും മത്സരിക്കുന്നു. തിരുവമ്പാടിയിൽ സിറ്റിംഗ് MLA ലിൻഡോ ജോസഫും മുസ്ലിം ലീഗ് നേതാവ് CK കാസിമും 2020 നേതാവ് സണ്ണി തോമസും ജനവിധി തേടുന്നു. കൊടുവള്ളിയിൽ യൂത്ത് ലീഗ് ഭാരവാഹി PK ഫിറോസും RJD നേതാവ് സലീം മടവൂരും NDA-ക്കായി ഗിരി പാമ്പനാലും മത്സരിക്കുന്നു. കുന്നമംഗലത്ത് സിറ്റിംഗ് MLA PT റഹീമും ലീഗ് ജില്ലാ പ്രസിഡന്റ് MA റസാഖും BJP പ്രഭാരി അഡ്വക്കേറ്റ് VK സജീവനുമാണ് മത്സരരംഗത്തുള്ളത്. ജനാധിപത്യത്തിന്റെ ഉത്സവമായ തിരഞ്ഞെടുപ്പിൽ എല്ലാവരുടെയും ശക്തമായ പങ്കാളിത്തം ആവശ്യമാണെന്ന് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് അഭിപ്രായപ്പെട്ടു. ഈ തിരഞ്ഞെടുപ്പ് 9 ഏപ്രിൽ നമുക്ക് വോട്ടിങ്ങിലേക്ക് എല്ലാവരും പോവാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഓൾറെഡി സ്ക്രൂട്ടിനി, നോമിനേഷൻ, വിഡ്രോവൽ എല്ലാ ഡേറ്റും നമുക്ക് കഴിഞ്ഞത്. നമുക്ക് ഇപ്പോൾ കോഴിക്കോട് ജില്ലയിലെ 13 LAC-ലെ ഓൾറെഡി കാൻഡിഡേറ്റ്സ് നമുക്ക് ഫൈനലായിട്ടുണ്ട്. നമുക്ക് കോഴിക്കോടിലെ എല്ലാവരും ഉദ്യോഗസ്ഥനും മൊത്തം ഇലക്ഷൻ ടീം വി ആർ വെൽക്കമിങ് എവറിബഡി ടു കം ആൻഡ് വോട്ട് ഓൺ 9th ഏപ്രിൽ. എല്ലാവർക്കും സ്വാഗതം ഫോർ ദി വോട്ടിംഗ്. ഈ തിരഞ്ഞെടുപ്പ് നമുക്കൊരു ഡെമോക്രസിയിലെ സെലിബ്രേഷൻ ആയിട്ട് ഞാൻ കാണിക്കുന്നുണ്ട്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വോട്ടർമാരുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കാൻ ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ വിപുലമായ പ്രവർത്തനങ്ങളാണ് നടന്നുവരുന്നത്. കോഴിക്കോട് ജില്ലയിലെ തിരഞ്ഞെടുപ്പ് അവബോധ പരിപാടികളെക്കുറിച്ച് ആകാശവാണി ജില്ലാ പ്രതിനിധി നസീർ ബാബു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് സാമഗ്രികളുടെ വിതരണ സ്വീകരണ കേന്ദ്രങ്ങൾ, വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് സന്ദർശിച്ചു. കേന്ദ്രങ്ങളിലെ സുരക്ഷാ മുന്നൊരുക്കങ്ങളും തയ്യാറെടുപ്പുകളും ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ അവലോകനം ചെയ്തു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കാൻ ജില്ലാ ഭരണകൂടത്തിൽ നടത്തിവരുന്ന സ്വീപ്പ് പ്രചരണ പരിപാടികളുടെ ഭാഗമായി ജലഘോഷയാത്രയും സംഘടിപ്പിച്ചു. തീരദേശ മേഖലയിലെ ജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നോ വോട്ടർ ലെഫ്റ്റ് ബിഹൈൻഡ്, നമ്മുടെ വോട്ട് നമ്മുടെ അഭിമാനം, നാളെയുടെ ഭാവി, ഇന്നിൻ്റെ വോട്ട്, ഐ വോട്ട് ഫോർ ഷുവർ തുടങ്ങിയ മുദ്രാവാക്യങ്ങളുമായി ബോട്ടുകൾ ഘോഷയാത്ര നടത്തി. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജില്ലയിൽ പോളിംഗ് ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് വോട്ടവകാശം വിനിയോഗിക്കാൻ പരിശീലന കേന്ദ്രത്തിൽ വോട്ടർ ഫെസിലിറ്റേഷൻ കേന്ദ്രങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ശക്തമായ രാഷ്ട്രീയ അവബോധം, ഉയർന്ന സാക്ഷരത, കലാ സാഹിത്യ അഭിരുചി, സജീവമായ പൊതുജന പങ്കാളിത്തം എന്നിവയാൽ കോഴിക്കോട് കേരളത്തിലെ ഏറ്റവും ഊർജ്ജസ്വലമായ ജില്ലകളിലൊന്നായി തുടരുന്നു. ചരിത്രപ്രധാനമായ തുറമുഖങ്ങൾ, തിരക്കേറിയ നഗരങ്ങൾ, കാർഷിക ഗ്രാമങ്ങൾ, കുന്നിൻ പ്രദേശങ്ങൾ എന്നിങ്ങനെ മലബാറിന്റെ ഭൂമിശാസ്ത്രപരവും സാംസ്കാരികവുമായ വൈവിധ്യത്തെ പ്രതിഫലിപ്പിക്കുന്നതാണ് കോഴിക്കോട് ജില്ലയിലെ 13 നിയമസഭാ മണ്ഡലങ്ങൾ. 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിന് കേരളം തയ്യാറെടുക്കുമ്പോൾ സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയ ഗതി നിർണയിക്കുന്നതിൽ വലിയ പങ്കുവഹിക്കാൻ ശേഷിയുള്ളവയാണ് ഈ മണ്ഡലങ്ങൾ. നിങ്ങൾ കേട്ടത് 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി ജില്ലകളിലൂടെ.
ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കി അവതരിപ്പിച്ചത് കാർത്തിക വിശ്വംഭരൻ.